വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 15-ാമത്തെ വാക്യം. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശുദാനും അടുത്ത് തന്നെ അവരോട് ചേർന്ന് നടന്നു. The Gospel according to Saint Luke chapter 24 verse 15. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശുദാനും അടുത്ത് തന്നെ അവരോട് ചേർന്ന് നടന്നു. In these days of your life, will you accept a stranger so that you can tell him, come and stay with us? ഞങ്ങളോടുകൂടെ പാർക്കുക എന്ന് പറയത്തക്കവണ്ണം അപരിചിതനായിട്ട് ഒരാളോട് കൂടെ യാത്ര ചെയ്യുവാനായും അവരെ സ്നേഹിതരായിട്ട് കണക്കാക്കുവാനായിട്ട് നമുക്ക് സാധ്യമായിട്ട് തീരുമോ? ഇന്ന് വായിച്ചതായുള്ള വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് 2 ശിഷ്യന്മാർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവരെ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു അവരോട് ചേർന്ന് നടന്നു എന്നത്ര വായിക്കാനായിട്ട് ഇടയാവുന്നത്. എത്യോപ്യനായുള്ള ഷണ്ണൻ യാത്ര ചെയ്യുന്നതായുള്ള തേരിനോട് ചേർന്ന് ഫിലിപ്പോസ് ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് നടന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ 2 ആളുകൾ അവർ സംസാരിക്കുന്നുണ്ട്, അവർ തർക്കിക്കുന്നുണ്ട്, അവർ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. യെരുശലേമിൽ നിന്ന് യാത്ര ചെയ്യുകയാണ് എമ്മൗസിലേക്ക്. ആ യാത്രയിൽ അവർ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ അപരിചിതനായിട്ടുള്ള ഒരാൾ തങ്ങളോട് കൂടെ ചേർന്ന് നടക്കുക. ആരാണ് എന്ന് അവർക്ക് അറിയാൻ പാടില്ല, എന്നാൽ അവരോട് ചേർന്ന് നടക്കുകയാണ്. ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നതായുള്ള ഒന്നാമത്തെ പാഠം, ഈ ലോകത്തിൽ നമുക്ക് അപരിചിതരായിട്ട് ആരും പാടില്ല എന്നുള്ളതാണ്. ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ ആഗ്രഹിക്കുന്നതായുള്ള എല്ലാവർക്കും ഉള്ളതായിട്ടുള്ള ഒരു ഗുണദോഷമാണത്. ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിത്യജീവൻ്റെ അവകാശികളായി തീരുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മറ്റുള്ളവരെ സ്നേഹിച്ച പോലെ സ്നേഹിപ്പാനായിട്ട് കഴിയണം. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി നമ്മളുടെ സഭയുടെ ഉണർവിൻ്റെ കാലത്ത് സുവിശേഷം പ്രസംഗിച്ചതായിട്ടുള്ള ഒരാളാണ്. ഈ സുവിശേഷം പ്രസംഗിക്കുന്ന അവസരത്തിൽ ധാർമ്മികമായുള്ള ചില പരിപാടികൾ ജീവിതത്തിൽ അവലംബിക്കുവാൻ ജനതയോട് ആവശ്യപ്പെട്ടിരുന്നു. അതിലൊന്നാണ്, നമ്മുടെ ഇടയാറമുള്ള ഗ്രാമത്തിൽ ആരെങ്കിലും വന്നാൽ അവർക്ക് തിരിച്ചു പോകുവാനായിട്ട് കഴിവില്ലാതെ വരികയും ചെയ്താൽ അവരാരും തന്നെ വഴിയരികിലോ കടത്തിണ്ണയിലോ കിടന്നുറങ്ങുവാനായിട്ട് ഇടയാവരുത്. അവരെ നമ്മുടെ ഭവനത്തിലേക്ക് സ്വീകരിച്ച് വേണ്ടതായുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കൊടുക്കണം. Is that possible today? Is that possible today? അവർ തൊട്ടു നീ തലോടി എന്നുള്ള ടൈറ്റിലോട് കൂടിയുള്ളൊരു പുസ്തകമുണ്ട്. PMA ഗഫൂർ എഴുതിയതായുള്ള പുസ്തകമാണ്. ഉയർത്തെഴുന്നേൽക്കുവാൻ ധൈര്യം നൽകുന്നതായുള്ള കഥകളും കാഴ്ചകളും എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഒരിക്കൽ ഒരു ടാക്സി ഡ്രൈവർ ഒരു സ്ഥലത്തെ പ്രസംഗിക്കുവാനായിട്ട് വന്നതായുള്ള പ്രാസംഗികനെ തൻ്റെ ടാക്സിയിൽ കൂടെ കൊണ്ടുപോവുകയും അദ്ദേഹത്തെ മുറിയിൽ കൊണ്ടുപോയി ആക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ആ മുറിയിൽ ചെന്ന സമയത്ത് അവിടെയൊന്നും അധികം കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് പുസ്തകങ്ങൾ, അദ്ദേഹത്തിന് ഇരിക്കാനും എഴുതാനും ഒക്കെ ഉള്ളതായുള്ള മേശ, കിടക്കാനായിട്ടുള്ള കിടക്ക, ഇതൊക്കെ ഉള്ളൂ. എന്നാൽ അതിൻ്റെ കൂടെ
തന്നെ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് ദൈവകൃപയാൽ മുഖാന്തരമായി തീർന്നതല്ല, പിതാവിൻ്റെ പടവും കൂടി വെച്ചിട്ടുണ്ട്. സ്വന്തം പിതാവ്. അത് നല്ലതായിരിക്കുന്നുവല്ലോ, മണ്ണിനോട് മണമുള്ള ഒരു ദേഹിയാണല്ലോ എന്നൊക്കെ ഈ ടാക്സി ഡ്രൈവർ പറഞ്ഞതായുള്ള അവസരത്തിൽ ഈ പ്രാസംഗികൻ ഇങ്ങനെ പറയുന്നതിനായിട്ട് തുടങ്ങി. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ആ സ്ഥലത്തെ വളരെയധികം അധ്വാനിച്ച് ജീവിച്ചതായുള്ള ഒരാളാണ് എൻ്റെ പിതാവ്. ആ കർഷകനായിട്ടുള്ള പിതാവിനോട് ചേർന്ന് തന്നെ അമ്മയും അവിടെ പോയി ജോലി ചെയ്യുമായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും കൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി കൃഷിക്കായിട്ട് പോകുന്നത്. ഒരു ദിവസം അങ്ങനെ അവർ പോയി കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ വന്ന് പറഞ്ഞു, നിങ്ങളുടെ വീട് തീ കത്തി. അന്ന് അവർക്കുണ്ടായിരുന്ന ഒരു മകനെ തൊട്ടിലിൽ കിടത്തി ഉറക്കിയതിന് ശേഷമാണ് അവർ ജോലിക്ക് വന്നത്. അപ്പോൾ ഇത് കേട്ടതായുള്ള അവസരത്തിൽ വളരെ വേഗത്തിൽ അവരെ വീടിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. മനസ്സിലെ ആവലാതി എന്താണെന്ന് അറിയാമല്ലോ, ഈ കുഞ്ഞിനെ എന്ത് പറ്റി കാണും എന്നുള്ളതാണ് ചിന്ത. അവിടെ ചെന്നപ്പോൾ വീട് മുഴുവൻ കത്തി ചാമ്പലായിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നെഞ്ചത്തടിച്ച് കരയുകയാണ്, നിലവിളിക്കുകയാണ്. അപ്പോൾ അയൽവക്കത്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ വന്ന് ഒരു തുണി ഈ സ്ത്രീയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന പോലെയാണ് മറ്റുള്ളവർ കാണാനായിട്ട് സാധിച്ചത്. ആ തുണിയിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു, അത് അവരുടെ മകനായിരുന്നു. ഇന്ന് നമ്മളുടെ അയൽവക്കത്തെ താമസിക്കുന്ന ആരാണ്? പതാനായി അറിയാൻ പാടില്ല. അയൽവക്കത്തെ വീട് കത്തി ചാമ്പലാകുന്ന അവസ്ഥയിൽ ആ വീട്ടിലൊരു കുഞ്ഞുണ്ട് എന്നും ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണമെന്നും ആഗ്രഹിച്ച് ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്ത് രക്ഷപ്പെടുത്തിയതായുള്ള ഒരു മനുഷ്യൻ ആരാണ്? ഇന്നത്തെ ഭാഷയിൽ അപരിചിതനാണ്. എന്നാൽ ഈ സഹായമൊക്കെ നൽകുന്ന അവസരത്തിൽ പറയും നല്ല സ്നേഹിതനാണ്. ഒരു അപരിചിതൻ എങ്ങനെയാണ് ഒരു സ്നേഹിതനായി തീരുവാനിടയാവുന്നത്? ജീവിതത്തിൻ്റെ അവ്യക്തതകളെയൊക്കെ മാറ്റി നേരായ പാതയിൽ നയിക്കുവാൻ്റെ കോണം താല്പര്യപ്പെടുന്നതായിട്ടുള്ള ഒരാൾ തങ്ങളോട് കൂടെ നടക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഉറ്റ സ്നേഹിതനായിട്ട് ആ ആളിനെ കാണാനായിട്ട് കഴിയുമോ? ഈ രണ്ടാളുകൾ നടക്കുന്നതായുള്ള അവസരത്തിൽ അവർ തർക്കിച്ചുകൊണ്ടാണ് നടക്കുന്നത്. വാദിച്ചുകൊണ്ടും തർക്കിച്ചുകൊണ്ടുമാണ് നടക്കുന്നത്. എന്താണ് ഈ തർക്കകാര്യം? അവർക്ക് പറയാനായിട്ടുള്ളത് 2-3 കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, ഞങ്ങളുടെ അരുമനാഥൻ ക്രൂശിക്കപ്പെട്ടു. പിന്നെ എന്താണെന്ന് പറയാൻ അറിയാൻ പാടില്ല. ക്രൂശിക്കപ്പെട്ടു. ഞങ്ങളുടെ ഇടയിലുള്ള കുറേ സ്ത്രീകൾ അവിടെ പോയതിനു ശേഷം ഒഴിഞ്ഞ കല്ലറ കണ്ടു. അവനവിടെ ഉണ്ടായിരുന്നില്ല. അത് കേട്ട് ഞങ്ങൾ ശിഷ്യന്മാരിൽ ചില ആളുകൾ അവിടേക്ക് പോയി. അവരും പോയി ഒഴിഞ്ഞ കല്ലറ കണ്ടിട്ട് മടങ്ങിപ്പോന്നു. യേശു തങ്ങളുടെ രക്ഷകനായി മസിഹായായി ചരിത്രത്തിൽ വാഴും എന്നെ പ്രതീക്ഷിച്ചതായിട്ടുള്ള ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷനായത് ക്രൂശിതനായിട്ടുള്ളൊരു യേശുവായിട്ടാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ അവിടെ പല ചേരിതിരിവുകളൊക്കെ ഉണ്ടായിരുന്നു. മനുഷ്യരുടെ തമ്മിലുള്ള വാക്കും തർക്കവും എല്ലാം ഉണ്ട ഒരു സ്ഥലമായിരുന്നു. അവിടെ തന്നെ അവസരം ഓരോ സൈഡിലേക്ക് പൗലോസിനെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ ഈ പൗലോസ് അവരോട് പറയുന്നുണ്ട്, 2-ാമത്തെ അധ്യായത്തിന് 2-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ, ക്രൂശിക്കപ്പെട്ട യേശുവിനല്ലാതെ മറ്റാരെയും അറിയാതെ നിങ്ങളുടെ ഇടയിലിരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു.
വ്യക്തമാണ്. ഞാൻ നിർണയിച്ചു, ക്രൂശിക്കപ്പെട്ട യേശുവിനല്ലാതെ മറ്റാരെയും അറിയാതെ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് യേശുവിനെ അറസ്റ്റ് ചെയ്തു എന്നതറിയാം, ക്രൂശിക്കപ്പെട്ടു എന്നത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് തോമസ് അപ്പോസ്തലൻ പിന്നീട് പറയുന്നത്, അവൻ്റെ കൈകളിൽ എനിക്കൊന്ന് വിരലിടണം, ആണിപ്പാട്ടിലേക്ക് വിരലിടണം, അവൻ്റെ വിലാപ്പുറത്തിൻ്റെ കൈയൊന്നിടണം. ഇത് രണ്ടും അവൻ്റെ ശരീരത്തിലുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുകയാണെങ്കിൽ ഇത് രണ്ടെണ്ണം എനിക്ക് കാണണം. അതുകൊണ്ട് അവരെല്ലാം അറിഞ്ഞതായിട്ടുള്ള ആളുകളാണ്. എന്നാൽ ഈ കുരിശിൻ്റെ മാർഗത്തിലൂടെയാണ് ദൈവമഹത്വവാനായിട്ട് തീരുന്നതെന്നും അങ്ങനെയാണ് ഈ സർവ പ്രപഞ്ചത്തിനുമുള്ള വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർക്കുന്നതെന്നും മനസ്സിലാക്കാൻ പ്രയാസമായിട്ട് തോന്നി. യേശു ഉയർത്തെഴുന്നേറ്റതിനായി തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു എങ്കിൽ തന്നെയും ഞങ്ങൾ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞതായിട്ടുള്ള ശിഷ്യന്മാരെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നാം ധ്യാനിച്ചത്. 7 പേര് ഞങ്ങൾ മീൻ പിടിപ്പാൻ പോകുന്നു. അവർക്കൊന്നും കിട്ടിയില്ല. യേശു പറഞ്ഞ പടകിൻ്റെ വലതുവശത്തേക്കെന്ന് വല വീശിക്ക് ധാരാളമായിട്ടുള്ള മീൻകൂട്ടത്തെ അവർക്ക് പിടിക്കാൻ സാധിച്ചു. രാത്രി മുഴുവൻ അധ്വാനിച്ച് ക്ഷീണിച്ച് അവശരായി കരയിലേക്ക് വരുന്നതായിട്ടുള്ള ശിഷ്യന്മാരോട് പറയാണ്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ. അവിടെ തീയിൽ ചുട്ടതായുള്ള അടയും മീനും ഒക്കെ അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ പിടിച്ച മീനോടെ കൊണ്ടുപോവാ. അകറ്റുകയല്ല, അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അകറ്റുകയല്ല, അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉയർത്തെഴുന്നേറ്റതായുള്ള യേശു ക്രിസ്തു നമ്മെ എല്ലാം തന്നോട് അടുപ്പിക്കുവാനായിട്ട് താല്പര്യമുണ്ട് എന്നത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആരും നഷ്ടപ്പെട്ടു പോകരുത് എന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. ആരും നഷ്ടപ്പെട്ടു പോകരുത്. ഒരാൾ കെട്ടി ഞാൻ നത്തു, എന്നാൽ ബാക്കിയുള്ളവരെ എല്ലാം യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നതായുള്ള കർത്താവിനെ കാണാൻ സാധിക്കുന്നത്. അവർക്കെല്ലാം വീണ്ടും വീണ്ടും പ്രത്യക്ഷനാവുകയാണ്. ഈ 2 ആളുകൾക്ക് യേശു ആരാണ് എന്നത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു അപരിചിതനാണ്. ഈ 2 ആളുകൾക്ക് രാത്രിയിൽ താമസിക്കുവാനായിട്ടുള്ള വീടിൻ്റെ അടുത്ത് എന്നതായിട്ടുള്ള അവസരത്തിൽ മുമ്പോട്ട് പോകുന്നതിനായിട്ട് ശ്രമിച്ച അപരിചിതനോട് പറഞ്ഞു, പോണ്ട, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്ന് പാർക്കുകയും. പോകണ്ട, ഞങ്ങളോട് കൂടെ വന്ന് പാർക്കുക എന്ന് പറഞ്ഞതായിട്ടുള്ള ശിഷ്യന്മാരെ അത്രേ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആരാണ് ഈ ശിഷ്യന്മാർ? ഭയപ്പെട്ടതായിട്ടുള്ള ആളുകൾ, ആശങ്കയുള്ളതായിട്ടുള്ള ആളുകൾ, ജീവിതത്തിൽ വ്യക്തതയില്ലാത്തതായിട്ടുള്ള ആളുകൾ, എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ ഓടിപ്പോകുന്നതായിട്ടുള്ള ആളുകൾ. ഇങ്ങനെയൊക്കെയാണ് ആ ശിഷ്യന്മാരെ കാണാനായിട്ട് സാധിക്കുന്നത്. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുന്നതായിട്ടുള്ള ശിഷ്യന്മാർ. യേശു അവരുടെ മധ്യത്തിലാണ് വന്ന് നിൽക്കുന്നത്. ഉഴറി നടന്നതായിട്ടുള്ള ആളിനെ കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതായിട്ടുള്ള അവസരത്തിൽ യേശു അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷനായി. തന്നിൽ നിന്ന് അകന്നു പോയതായിട്ടുള്ള ശിഷ്യന്മാർ 7 പേരെ മീൻ പിടിക്കുവാൻ പോയപ്പോൾ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി. ഇവിടെ ഇതാ ഈ 2 ആളുകൾ വന്ന് ഞങ്ങളുടെ കൂടെ പാർക്കുക എന്ന് പറഞ്ഞ അവസരത്തിൽ പറയാൻ എളുപ്പമല്ലേ, ഭക്ഷണം കൊടുക്കണ്ടേ? വൈകിട്ടത്തെ ഭക്ഷണത്തിനായിട്ട് അവരിരുന്നു. അപ്പോൾ അതിഥി ആതിഥേയനായിട്ട് മാറി. അപ്പം തൻ്റെ കയ്യിലെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് തങ്ങളുടെ ജീവിതത്തിൽ പരിചയമുള്ളതായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതായിട്ട് നമുക്കും പരിചയമുള്ളൊരു കാര്യമാണ്. യേശുവിനെ കാണുവാനായിട്ട് സാധിക്കും. അവരുടെ കണ്ണ് അപ്പോൾ തുറന്നു, അത് യേശുവാണ് എന്നത് മനസ്സിലാക്കി. അവൻ്റെ കയ്യിലെ ആണിപ്പാടും വിലാപ്പുറത്തുള്ളതായ മുറിവുമൊക്കെ അവർക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് വേണം നാം മനസ്സിലാക്കുവാൻ.
ഈ അപരിചിതനായിട്ടുള്ള ആള് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുവാണ് എന്നത് അവർ തിരിച്ചറിഞ്ഞു. അപ്പം നുറുക്കുകയിൽ അവരുടെ കണ്ണു തുറന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതാണ് നമുക്ക് നമ്മുടെ കണ്ണു തുറന്ന് യേശുവിനെ കാണുവാനായിട്ട് കഴിയുമോ? നുറുക്കിയതായുള്ള അപ്പം, വാഴ്ത്തിയതായുള്ള പാനപാത്രം, ഇതിൽ നിന്നൊക്കെ നമ്മൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നതായുള്ള അവസരത്തിൽ വാങ്ങി ഭക്ഷിപ്പിൻ, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ എന്ന് പറയുന്നതായുള്ള കർത്താവിനെ തിരിച്ചറിയുവാനായിട്ട് കഴിയുമോ? ആകുലതകളുടെ അന്ധതയിൽ നിന്ന് കാഴ്ചകളുടെ സാധ്യതയിലേക്ക് ഈ ശിഷ്യന്മാരെ നയിക്കുന്നതായുള്ള യേശുവിനെയാണ് കാണുവാനായിട്ടിടയാകുന്നത്. ഇന്ന് when we are disturbed in one way or the other, നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാഴ്ച നമുക്ക് നൽകി തരുന്നതായുള്ള കർത്താവ് കൂടെയുണ്ട് എന്നത് മനസ്സിലാക്കാനായിട്ടിടയാണ്. നമ്മളുടെ സെമിനാരിയിലെ ഇപ്പോഴത്തെ പ്രിൻസിപ്പാൾ ഡോക്ടർ MC തോമസ് അച്ഛൻ എഴുതിയതായുള്ള പുസ്തകത്തിന് തലക്കെട്ടാണ് സഞ്ചാരികളുടെ ദൈവം. പുറപ്പാട് പുസ്തകത്തിലുള്ള സംഭവങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അവരെ പുറപ്പെട്ട യാത്ര ചെയ്യുന്ന മരുഭൂമിയിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുന്നതായുള്ള അവസരത്തിൽ സഞ്ചാരികളുടെ ദൈവമായിട്ട് ദൈവം കൂടെയുണ്ട് എന്നാണ് പറയുന്നത്. ദൈവം അന്യനല്ല, ദൂരത്ത് നിൽക്കുന്നതല്ല, കൂടെ ഇരിക്കുന്നതല്ല ദൈവം. ബിഷപ്പ് ലെസ്ലി ന്യൂബിഗിൻ യേശുവിനെ കുറിച്ച് പറയുന്നതായുള്ള അവസരത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഹീസ് ആൻ ഇറ്റേണൽ കണ്ടംപററി. ഇന്ന് നമ്മളോട് കൂടെ ഇരിക്കുന്നതായിട്ടുള്ള കർത്താവ് നമ്മളുടെ കാലങ്ങളെയും നമ്മളുടെ ദേശങ്ങളെയും ഈ കാലത്തെ സംഭവിക്കുന്നതായുള്ള കാര്യങ്ങളെയും എല്ലാം അറിയുന്നതായുള്ള കർത്താവ് കൂടെ ഇരിക്കുകയാണ്. ഈസ് ആർ ഇറ്റേണൽ കണ്ടംപററി. ഈ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. കുരിശ് എന്ന് പറയുന്നത് നമുക്ക് അപരിചിതമായുള്ള ഒന്നല്ല. എന്നാൽ കുരിശ് ശാപത്തിൻ്റേതായിട്ടുള്ള അടയാളമല്ല, അത് വീണ്ടെടുപ്പിൻ്റെയും നിത്യരക്ഷയുടെയും അടയാളമാണ്. അതുകൊണ്ടാണ് ഓരോ വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ നാം പറയാറുണ്ട്: കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു, നിന്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. 3 കാര്യങ്ങൾ, 3 പ്രഖ്യാപനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുകയെ ചൂണ്ടിക്കാണിക്കുന്നതല്ല. 3 പ്രഖ്യാപനങ്ങൾ. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു, നിന്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അതാണ് ഞങ്ങൾ. ഇത് ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകുവാനായിട്ട് ഇടയാവരുത്. എനിക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കർത്താവെ കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്നത് എന്ന് പറയുവാനൊക്കെ നമുക്കിടയായിട്ട് തീരണം. അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എനിക്ക് നൽകുന്നത് ഒരു ആഘോഷമാണ്, ജീവിതത്തിൻ്റെ ആഘോഷമാണ്, സെലിബ്രേഷൻ ഓഫ് ലൈഫ്. ജീവിതം അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുവാനായിട്ട് കഴിയുമോ? കഴിയണം. ഞാൻ മുമ്പേ പറഞ്ഞതായിട്ടുള്ള ഈ കർഷകനായിട്ടുള്ള അപ്പനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കയ്യിൽ കുഞ്ഞിനെ കിട്ടിയതായിട്ടുള്ള അവസരത്തിൽ അവർ സ്നേഹത്തോടു കൂടി അടുത്തിരുന്ന് ചിരിച്ചു കാണും. മുമ്പിൽ വീട് കത്തി ചാമ്പലായി കിടക്കുന്നതായിട്ടുള്ള സാഹചര്യമാണ്. കഷ്ടതയുടെ നടുവിലും പാടുവാനായിട്ട് സാധിക്കും. ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ അകപ്പെട്ടതായിട്ടുള്ള പൗലോസിനും കൂട്ടർക്കും ദൈവസന്നിധിയിൽ പാട്ടുകൾ പാടുന്നതിനായിട്ടിടയായിട്ടെത്തിയിരുന്നു. സ്ട്രേഞ്ചേഴ്സ്. എപ്പോഴും നമുക്ക് അപരിചിതരാണ്. അപരിചിതരെ പരിചയമുള്ളതാക്കി തീർക്കുവാനായിട്ട് കഴിയുമോ? ചരിത്രം ഉറങ്ങുന്നതായുള്ള ദേവാലയത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളോട് ചോദിക്കേണ്ടതായുള്ള ചോദ്യം,
നമുക്ക് ഇവിടെ അപരിചിതരുണ്ടോ എന്നതാണ്. അപരിചിതർ ഇവിടെ ഉണ്ടോ? ഉണ്ടാകാൻ പാടില്ല. അതാണ് ക്രിസ്തീയമായുള്ള ധർമ്മം. ഉണ്ടാകാൻ പാടില്ല. ആരെങ്കിലും അപരിചിതരായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ബിഫ്രണ്ട്, അവരെ സ്നേഹിതരായിട്ട് എണ്ണണം. വന്ന് കൂടെ പാർക്കാം പറയുന്നതിനായിട്ട് സാധിക്കണം. വന്ന് കൂടെ പാർക്കാം. ഭക്ഷണം വേണമെങ്കിൽ ഭക്ഷണം, തോർത്ത് വേണമെങ്കിൽ തോർത്ത്, ഉടുക്കാൻ തുണി വേണമെങ്കിൽ തുണി, ഇതെല്ലാം കൊടുക്കുന്നതായിട്ടുള്ള അതിഥി സൽക്കാരം മറക്കരുത് എന്നാണ് കർത്താവ് ആവർത്തിച്ച് നമ്മളോട് പറയുന്നത്. ഹോസ്പിറ്റാലിറ്റി. കോവിഡ് കാലഘട്ടം നമ്മളെ എല്ലാവരെയും വളരെയധികം വിഷമിപ്പിച്ചതായുള്ളൊരു സാഹചര്യമാണ്. എന്നെയും. ഞാനിന്ന് ബോംബെ ഡയസസിലാണ്. അവിടെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നതായിട്ടുള്ള ഒരു കുടുംബത്തിൽ ഗൃഹനാഥനും ഗൃഹനായികയ്ക്കും കോവിഡ് വന്നു. നിയമപ്രകാരം അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയേ കഴിയുകയുള്ളൂ. മക്കളുണ്ട്, എന്ത് ചെയ്യും? നിർബന്ധമായിട്ട് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ്. ആശുപത്രി കൊണ്ട് കിടത്തിയിരിക്കുകയാണ്. കോവിഡിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് നൽകുവാനൊക്കെയാണ്. മരിക്കരുത് എന്നുള്ളതാണ് ആഗ്രഹം. എന്നാൽ ആകുല ചിന്തയാണ് മനസ്സിനകത്ത് മുഴുവൻ. മക്കളെക്കുറിച്ചുള്ള ചിന്തയാണ്. എന്തു ചെയ്യും? ഞാൻ അറിഞ്ഞതായുള്ളൊരു വാർത്ത നിങ്ങളോട് പറയട്ടെ. ആ വീടിന് തൊട്ടടുത്തുള്ളതായുള്ള നായകനും നായികയും ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായുള്ള ആഹാരം എല്ലാ ദിവസവും അതിൻ്റെ സമയത്തെ വാതിൽക്കൽ കൊണ്ടുവച്ചിട്ട് പോകും. നേരെ കാണാനൊക്കത്തില്ല, നേരെ കൊടുക്കാനൊക്കത്തില്ല, നേരെ തൊടാനൊക്കത്തില്ല. കോവിഡ് കാലഘട്ടമാണ്, നിങ്ങൾക്കറിയാമല്ലോ. അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പനും അമ്മയും ആശുപത്രിയിലായിരുന്നപ്പോൾ അയൽവക്കക്കാരെ പരിചിതരായിട്ട് മാറുകയാണ്. അത് ഞങ്ങളുടെയും കൂടെ കുഞ്ഞാണ്. നോട്ട് സ്ട്രേഞ്ചേഴ്സ്, they are our friends, brothers and sisters in Christ. ദൈവരാജ്യത്തിൽ അപ്രകാരമുള്ള ഒരു ബന്ധം മാത്രമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ദിവ്യമായിട്ടുള്ള ദർശനം ഉൾക്കൊണ്ട് ജീവിപ്പാനായിട്ടാണ് ജീവിതയാത്രയിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. നമുക്കിത് സാധ്യമായിട്ട് തീരുന്നുവോ എന്നതത്രേ ചോദിക്കേണ്ടതായുള്ള ചോദ്യം. അപരിചിതർ ധാരാളമുണ്ട്. എന്നാൽ അവരെ ബിഫ്രണ്ട് ചെയ്യുന്നത് അതിൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയുമാണ്. ആൻ എക്സ്റ്റൻഷൻ ഓഫ് മൈ ഓൺ ലൈഫ് എന്ന് പറയുവാനായിട്ട് കഴിയുന്ന ഒരു രംഗത്തേക്കാണ് ദൈവം നമ്മെ നയിക്കുന്നത്. കണ്ണ് തുറന്ന് കാണുവാനായിട്ടിടയാണ്. ആകുല ചിന്തകളാൽ അന്ധകാരത്തിലായിരിക്കുന്ന നമുക്ക് നമ്മളുടെ കണ്ണുകൾ തുറന്ന് മനുഷ്യരെ ദൈവജനമായിട്ട് കാണുവാനിടയാകണം. എമ്മോസ് യാത്ര നമുക്ക് പരിചയമുള്ളതായുള്ള ഒന്നാണ്. യേശുവാണ് അവരോട് കൂടെ ചേർന്ന് നടന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയാവുന്നുണ്ട്. എന്നാൽ അങ്ങ് വീടുകളിൽ പാർക്കുവാനായിട്ട് പോകുന്നത് അവസരം വരെ മനസ്സിലായില്ല. വീട്ടിൽ അവരെ കൂടെ ചേർക്കുകയാണ്, യേശുവിനെ കൂടെ ചേർക്കുകയാണ്. വന്നേ പാർക്കുക, നീ പോകണ്ട, ഞങ്ങളുടെ കൂടെ പാർത്താൽ മതി, വന്നേ പാർക്കുക. അവർ ഭക്ഷണത്തിനിരിക്കുന്നതായിട്ട് അവസരം അവർ കണ്ണു തുറന്നത് യേശുവാണ് എന്നറിഞ്ഞു. ഉടനെ യേശു അപ്രത്യക്ഷനായി. പിന്നെ ഒരു കാര്യം കൊണ്ട് സംഭവിക്കുന്നുണ്ട്. ഈ രണ്ടാളുകൾ അവിടെ താമസിച്ചില്ല. ആ രാത്രി തന്നെ 7 മൈൽ ദൂരമുള്ളതായിട്ട് യെരുശലേമിലേക്ക് യാത്ര ചെയ്ത് തൻ്റെ സഹശിഷ്യന്മാരോട് പറയുന്നതിനായിട്ട് പോവുകയാണ്, ഞങ്ങൾ യേശുവിനെ കണ്ടു. സുവിശേഷവാഹകരായിട്ട് തീരുകയാണ്. യേശുവുമായുള്ള സംസർഗം അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരുന്നതായിട്ടുള്ള എല്ലാവർക്കും ഈ ലോകത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ദൗത്യമാണ് സുവിശേഷവാഹകരാകുക. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതായുള്ള എല്ലാവരോടും പറയാനായിട്ടുള്ള ഉപദേശം ഇത് തന്നെയാണ്. നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത കർത്താവിനെ മനസ്സിലാക്കുമ്പോൾ
കർത്താവ് ആകണ ഈ ശരീരവും ഈ രക്തവും എന്നൊക്കെ തിരിച്ചറിയുന്നതായുള്ള അവസരത്തിൽ സുവിശേഷവാഹകരായിട്ട് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുവാനായിട്ടാണ് നിയോഗിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. കർത്താവെ, നിന്നെ കണ്ടവരായി, നീയുമായുള്ള സംസർഗം അനുഭവിച്ചവരായി ഈ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് യേശു ഇന്നും ജീവിക്കുന്നു എന്നത് സാക്ഷിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് തങ്ങളെ വണക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, എമ്മോസിലേക്ക് യാത്ര ചെയ്തതായുള്ള ആളുകൾ തർക്കിച്ചും വാദിച്ചും ഒക്കെ നടക്കുമ്പോൾ അവരോട് കൂടെ ചേർന്ന് നടക്കുവാൻ അവിടുന്ന് മനസ്സ് കാട്ടിയല്ലോ. തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചു കൊടുക്കുവാനൊക്കെ ഇടയായി തോന്നുന്നതായുള്ള അവസരത്തിൽ അവരെ യാഥാർത്ഥ്യത്തെ നോക്കിക്കാണുവാനൊക്കെ സാധ്യമായിട്ട് തീരുന്നു. അവരെ പോകാൻ സമ്മതിക്കാതെ തങ്ങളോട് കൂടെ പാർക്കുക എന്ന് പറഞ്ഞതായിട്ടുള്ള അവസരത്തിൽ അവരൊരുമിച്ച് ഭക്ഷണത്തിനായിട്ടിരിക്കുമ്പോൾ യേശു ആരാണ് എന്ന് മനസ്സിലാക്കുവാനൊക്കെ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. കണ്ണുകൾ തുറക്കപ്പെട്ടതായിട്ടുള്ള ശിഷ്യന്മാർ ഉടനെ തന്നെ യെരുശലേമിലേക്ക് യാത്ര ചെയ്ത സഹശിഷ്യരോട് ഞങ്ങൾ യേശുവിനെ കണ്ടു എന്ന് പറയുവാനൊക്കെ സാക്ഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ വിശുദ്ധ സംസർഗം അനുഭവിക്കുന്നവരായിട്ട് മാത്രമല്ല, ഈ ലോകത്തിൽ നിറവേറ്റുവാനായിട്ടുള്ള ഒരു ദൗത്യം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് മനസ്സിലാക്കി ആ ദൗത്യം നിറവേറ്റുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെല്ലാം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു മുഖാന്തരമുള്ള ഈ പ്രാർത്ഥന ദൈവത്തെ കേൾക്കുമാറാകണമേ.